ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വീട്ടിൽ സാധാരണ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഉപ്പ് വെച്ചിട്ടുള്ള കുറച്ച് ടിപ്പുകളുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനാബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഉപ്പ് വെച്ചിട്ട് കുറേ അധികം ടിപ്പുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ടിപ്പുകൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതാദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ കാച്ചി വെക്കുമല്ലോ. അപ്പോൾ ഇതുപോലുള്ള ബോട്ടിലൊക്കെ ആക്കി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് എണ്ണ എടുക്കുന്ന സമയത്ത് ബോട്ടിൽ എണ്ണയൊക്കെ ഒലിച്ച് പോയിട്ടുണ്ടെങ്കിൽ കൈ ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ബോട്ടിൽ വഴുക്കിയിട്ടും അതിൽ എണ്ണയൊക്കെ ആയിട്ട് നമുക്കൊരു ഇതാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ നമ്മുടെ കയ്യിലൊരു സ്വല്പം ഉപ്പാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് ബോട്ടിലാക്കി കൊടുത്താൽ അതിൽ ഉപ്പാണ് പോയി കിട്ടും ചെയ്യും, നല്ല വൃത്തിയാവും ചെയ്യും, കുപ്പി വഴുതി പോവുകയൊന്നും ചെയ്യല്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് ഉഴുന്ന് എടുത്തിട്ടുണ്ട്, ഉഴുന്ന് പരിപ്പ്, അതേപോലെ കടല, എന്താണോ പരിപ്പ്, പയർ, അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ ഒരു മാസത്തിനാണ് കേട്ടോ ഇവിടെ വീട്ടിൽ വാങ്ങിക്കാറ്. അതുപോലെ വാങ്ങണ കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിലൊക്കെ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുടഞ്ഞിട്ട് മാറ്റി വെച്ചാൽ ഒരു മാസം കഴിഞ്ഞാൽ ഒരു കേടും വരില്ല. അതുപോലെ തന്നെ ആട്ടമാവ്, ഗോതമ്പ് പൊടി, അരിപ്പൊടി, ഇതൊക്കെ തന്നെ നമ്മൾ വാങ്ങിച്ച് വെക്കുന്ന സമയത്ത് കുറച്ചധികമൊക്കെ 2 കിലോനോ 3 കിലോനൊക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് അതൊക്കെ പൂപ്പൽ വരാനോ അതല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസമോ പാറ്റ പോലെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതാ ചെറിയ വൃത്തിയുള്ള ഒരു തുണി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് കിഴി കെട്ടിയിട്ട് ഈ ഗോതമ്പ് പൊടിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഗോതമ്പ് പൊടിക്കൊന്നും ഒരു വ്യത്യാസവും വരില്ല, കട്ട ഒന്നും ചെയ്യില്ല, നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കും. ഒരുപാട് കാലം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ടേസ്റ്റൊന്നും വ്യത്യാസം വരാതെ ഗോതമ്പ് പൊടി, അരിപ്പൊടി, പുട്ടുപൊടി ഒക്കെ നമുക്കിതുപോലെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ മല്ലി, മുളക്, അതുപോലെ മഞ്ഞൾപ്പൊടി ഒക്കെ കൂടുതൽ പൊടിച്ച് വെക്കുമല്ലോ. അങ്ങനെ വെക്കുന്ന സമയത്തും തന്നെ അത് കട്ട പിടിക്കാതിരിക്കാനും പൂക്കാതിരിക്കാനും അതിൻ്റെ ടേസ്റ്റൊന്നും മാറാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്കിതുപോലെ വൃത്തിയുള്ളൊരു തുണിയിൽ ഉപ്പ് കെട്ടിയിട്ട് ഇതിലിട്ട് വെക്കാട്ടോ. ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാലങ്ങളോളം നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒന്നും ഒരു കുഴപ്പം വരാതെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കണ കപ്പ് എടുക്കുന്ന സമയത്ത് ഒരു വഴുവഴുപ്പ് ഉണ്ടാവും. നമ്മൾ എത്ര കഴുകി വെച്ചാലും ഒരു വഴുവഴുപ്പ് പോലെ ഉണ്ടാവും. ഒരു ദിവസമൊക്കെ വെള്ളത്തിൽ കിടക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് പെട്ടെന്നൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു തവണയൊക്കെ ഇതുപോലെ നമ്മൾ ഈ പൊടി ഉപ്പിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. ഈ നമ്മൾ സോപ്പ് പൊടിയൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീണ്ടും അതുപോലെ തന്നെ വഴുവഴുപ്പ് വരാൻ വേണ്ടിയിട്ട് കൂടുതൽ സാധ്യതയുണ്ട്. ഇതാവുമ്പോൾ അണുക്കളൊക്കെ പോയിട്ട് ഒരാഴ്ചയോളം നല്ല വൃത്തിക്ക് ഇരിക്കും കേട്ടോ. എല്ലാ കപ്പുകളും നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റും കപ്പൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ വീഡിയോയിൽ ഇപ്പോൾ ഈ ഒരു ചെറിയ കപ്പെടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ആ വഴുവഴുപ്പ് പോയി നല്ല വൃത്തിയായി കിട്ടും. നമ്മുടെ കൈ എത്താത്ത ഭാഗത്ത് നമ്മൾക്കൊരു പഴയ ടൂത്ത് ബ്രഷ് ഉണ്ടാകുമല്ലോ, നമ്മൾ പല്ല് തേക്കണ ബ്രഷ്, അത് വെച്ചിട്ട് നമുക്ക് അവിടെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ ബക്കറ്റ് ആണെങ്കിലും തന്നെ അതുപോലെ തന്നെ കപ്പാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ഇതുപോലെ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സ്വല്പം ഉപ്പ് മാത്രം മതി, അതിൻ്റെ കൂടെ സോപ്പ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. നല്ല വൃത്തിയിൽ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് നല്ലോണം തന്നെ ഉപകരിക്കും. ഇതേപോലെ തന്നെ ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ സ്വല്പം ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്വല്പം പൊടി ഉപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അടുക്കളയിൽ മീൻ, ഇറച്ചിയൊക്കെ കഴുകിയതിന് ശേഷം നമ്മുടെ കൈ എത്ര സോപ്പിട്ട് കഴുകിക്കഴിഞ്ഞാലും ഒരു ഉളുമ്പുമണം ഉണ്ടാകും. മീൻ കഴുകിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒരു സ്വല്പം വെളിച്ചെണ്ണ കൂടി ഈ ഉപ്പിലേക്ക് ഒഴിച്ചിട്ട് കൈ ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൈ നല്ല സോഫ്റ്റായി കിട്ടും ചെയ്യും. കൂടെ മാത്രമല്ല കയ്യിലുള്ള അണുക്കളൊക്കെ പോയി കൈ നല്ലൊരു മണം വരും കേട്ടോ. കയ്യിലത്തെ വൃത്തിയട്ട മണം ഉണ്ടല്ലോ, ഉളുമ്പോ നാറ്റം, അതൊക്കെ പോയിട്ട് കൈ നല്ലൊരു മണമായി കിട്ടും. എന്നിട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൈ സോപ്പിട്ട് കഴുകിയാലും മതി, വെറുതെ കഴുകിയാലും കുഴപ്പമില്ല കേട്ടോ. വെളിച്ചെണ്ണ എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായി കിട്ടും കേട്ടോ. ഉപ്പും വെളിച്ചെണ്ണയും കൂടി കയ്യിൽ കാലിലൊക്കെ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നല്ലോണം തന്നെ അത് നല്ലൊരു ടിപ്പായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ ഷെയർ ചെയ്തത്. ഇനിയിപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 2-3 ടീസ്പൂൺ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഏതാണോ നമ്മുടെ വീട്ടിൽ നല്ല സ്മെല്ലായിട്ട് ഇരിക്കുന്ന പെർഫ്യൂമോ എന്താണോ നമ്മുടെ അടുത്തുള്ളതെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്വല്പം ഒഴിച്ചു കൊടുക്കുക. ഞാൻ
കംഫർട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അത് അല്ലാന്ന് കുറച്ച് നമ്മുടെ അടുത്ത് കർപ്പൂരം ഉണ്ടെന്നുണ്ടെങ്കിൽ ബെറ്ററാണ് കേട്ടോ. അത് കുറച്ച് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ വെറുതെ ഒന്ന് ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് ഒന്ന് സൂചി വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇത് നമുക്ക് അടുക്കളയിലും ബാത്റൂമിലും ഡൈനിങ് ഹാളിലും ഒക്കെ വെച്ച് കൊടുക്കുക. നല്ലൊരു സ്മെല്ലായിരിക്കും, നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ. വീട്ടിൽ നമുക്ക് എന്താണെന്നുണ്ടെങ്കിലും ഇട്ടിട്ട് വെച്ച് കൊടുക്കാം. നല്ലൊരു സ്മെല്ലുള്ളത് ഏതാണോ അത് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അതാ ഞാൻ ഒരകല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരകല്ലിലേക്ക് ഞാൻ ഒരു വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് പച്ചമുളകിൻ്റെ ഞെട്ടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് സവാളൻ്റെ മൂട് ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഞെട്ടി ഭാഗം അതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ കളയൂലേ, ആ കളയണ ഭാഗമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ തന്നെ ഭയങ്കര നല്ല രൂക്ഷമായിട്ടുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്മെല്ല് ഈ ജീവികൾക്കൊക്കെ നല്ലോണം തന്നെ ഒരു പിടിക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പാറിപ്പോവാനും ചത്തുപോവാനും ഒഴിഞ്ഞു പോകാനൊക്കെ നല്ലതാണ് കേട്ടോ. പല്ലിയും പാറ്റിയും എല്ലാം തന്നെ. ഇതിലേക്ക് ഞാനൊരു 2-3 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഉപ്പ് നമുക്ക് അവസാനം ചേർത്താലും മതി. അപ്പോൾ പെട്ടെന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ഞാനിപ്പോൾ തന്നെ ചേർത്തത്. അപ്പോൾ ആ ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ലതായിട്ട് തന്നെ നമുക്ക് ഈ ഒരകലിൽ ഇതൊന്ന് ചതച്ചെടുക്കാം. മിക്സിയിൽ അടിക്കേണ്ടതൊന്നും ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഒരകലിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം തന്നെ സത്ത് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ തന്നെ നല്ലോണം തന്നെ ഒരു മണമാണ് ഇതൊന്ന് വരുന്നുള്ളത്. ഇനിയിപ്പോൾ ഇതാ നല്ലോണം തിളച്ച് ഞാൻ ഓഫ് ചെയ്ത് ഏകദേശം ചൂട് പോയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വേറൊരു കപ്പിലേക്ക് അരിച്ചെടുക്കുന്നുണ്ട്. കാരണം നമ്മളിത് സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി കഴിയുമ്പോൾ ഇത് സ്പ്രേ ബോട്ടിൽ അടയൂലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് അരിച്ചെടുത്തിട്ടുള്ളത്. അരിച്ചെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മിസ്സായതാണ്. ഇനി ഇതാ 1 ടീസ്പൂണ് വിനീഗറും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് നന്നായിട്ട് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗ്രാമ്പു പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാമ്പു പൊടിച്ചത് കുറച്ച് നേരത്തെ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു. അത് അരിക്കുന്നതിന് മുമ്പ് മറന്നു പോയതാണ് കേട്ടോ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രാമ്പു നമ്മൾ നേരത്തെ ഈ ചതച്ചെടുത്തില്ലേ ഉള്ളിയൊക്കെ, ആ സമയത്ത് ഗ്രാമ്പു ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒന്ന് ഇട്ടിട്ട് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം തന്നെ ഒരു മണമാണ് കേട്ടോ വരിക. അപ്പോൾ ഈ മണം പല്ലിക്കും പാറ്റയ്ക്കും എലിക്കും എല്ലാ ക്ഷുദ്രജീവികൾക്കും നല്ലൊരു മരുന്നാണ് കേട്ടോ. നന്നായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യും ഈ ഒരു റെമഡി. ഇപ്പോൾ ഇത് നല്ലതാണ്. ഇത് കുറച്ച് ബോട്ടിലാക്കി വെച്ചിട്ട് നമുക്ക് എപ്പോഴും തന്നെ ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ അടുക്കളയിൽ ഗ്യാസ് സ്റ്റോപ്പിൽ എന്തായാലും പല്ലിയും പാറ്റിയും വരും. ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിൽ കുറച്ച് താഴ്ന്നിട്ടായതുകൊണ്ട് എന്തായാലും വരും കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് അടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ സിങ്കിൽ കൂടെയാണ് കൂടുതലും വരിക. അപ്പോൾ സിങ്കിൽ കുറച്ച് തന്നെ ഒഴിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് രാവിലെ വന്നിട്ട് എടുത്ത് മതി. കുറച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുക. കുറച്ചുകൂടി ഉപ്പ് ഇട്ട് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് കേട്ടോ. എല്ലാ ജീവികൾക്കും തന്നെ ഉപ്പ് നല്ലൊരു മരുന്നാണ്. അതേപോലെ തന്നെ വാഷ് ബേസിലും ഞാൻ സ്വല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വാഷ് ബേസിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ സ്വല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഇത് എപ്പോഴും ഉപയോഗിക്കാത്തതുകൊണ്ട് അങ്ങനെ വെള്ളം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തത്. ഇനിയിപ്പോൾ ഞാനൊരു പഴയ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കോട്ടൻ്റെ എന്തെങ്കിലും ഒരു തുണിയും അതെടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടീസ്പൂൺ ഉപ്പ് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഏത് ഉപ്പാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഉപ്പ് എടുത്തതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുന്ന ഭാഗത്തുള്ള ജീവികളൊക്കെ പെട്ടെന്ന് അവിടുന്ന് ഓടിപ്പോകും കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മഴക്കാലത്ത് നമ്മൾ ഉച്ച വരുന്ന സമയത്തൊക്കെ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒച്ച് ചത്തിട്ട് തന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ എല്ലാ ജീവികൾക്കും തന്നെ അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചധികം തന്നെ ഉപ്പ് എടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലിക്വിഡും കൂടി ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപ്പ് മൊത്തത്തിൽ നനയണ വിധത്തിൽ വേണം കേട്ടോ നമ്മളത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലേക്കൊന്നും ആക്കിയതിന് ശേഷം ഇതൊരു കിഴി പോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഇതൊരു കിഴി പോലെ ആക്കിയെടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിലും പുറത്തും കൂടുതൽ ഞാനിതിപ്പോൾ പുറത്ത് ഭാഗത്ത് വെക്കാൻ കേട്ടോ പോണത്. നമുക്ക് എലിയുടെ പെരിച്ചാഴിൻ്റെ ഒക്കെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ശല്യമുള്ള ഭാഗത്ത് ഇതുപോലെ കൊണ്ടുപോയി വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെരിച്ചാഴി പിന്നെ ആ വഴിക്ക് വരില്ല. നമ്മുടെ ശല്യങ്ങളൊക്കെ തീർന്നു കിട്ടും. എലികൾക്കും പെരിച്ചാഴിക്കൊക്കെ ഇത് നല്ലൊരു മരുന്നാട്ടോ. ഇനി പാമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിലും നല്ലതാണ്. അപ്പം എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ്. താങ്ക് യു.